ചൈനയിൽ ലക്ഷക്കണക്കിന് മുതലകളെ വളർത്തി മുതല കർഷകർ, അതിന്റെ കർഷകരുണ്ട്. നമുക്ക് നെൽ കർഷകർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഫാമേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് നെൽ ഉൽപ്പാദിപ്പിക്കുന്നവര് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷെ മുതലകളെ വളർത്തി അതിൽ നിന്ന് വൻപിച്ച വരുമാനം, മില്യൺ കണക്കിന് പൈസയുടെ വരുമാനം ഉണ്ടാക്കുന്ന ആ ചൈനയിലെ കർഷകരെ, മുതല കർഷകരെ പറ്റി പറയാൻ നമുക്കൊരു പക്ഷെ അത് കേൾക്കുമ്പോൾ വിശ്വാസം വരത്തില്ല. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയാണ്. ഇതിന്റെ ഇറച്ചി വിൽക്കുന്ന മുതലകളെ കണ്ടിച്ച് അതിന്റെ ഇറച്ചി വിൽക്കുന്ന ചൈനയിൽ ഒരുപാടുണ്ട്. നമുക്കറിയാം ചൈനയിൽ മൂർഖം പാമ്പിനെയൊക്കെ കഴിക്കുന്നവർ, പാമ്പിനെ തിന്നുന്നവരാണ് കൂടുതൽ. അപ്പം അവർക്ക് ഈ മുതല എന്നൊരു വലിയ കാര്യമല്ല. മുതലയെ കണ്ടിച്ച് ഇറച്ചി അവർ വിൽക്കുന്നു. അത് കണക്ക് തന്നെ പ്രത്യുൽപാദനത്തിന് വേണ്ടി മുതലകളെ വളർത്തി വിൽക്കുന്നു. ഇതിന്റെ തൊലി നല്ല നല്ല സാധനങ്ങൾ ഉണ്ടാക്കുവാനായിട്ട്, ബാഗ്, പേഴ്സ്, ബെൽറ്റ്, അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് ഇതിന്റെ തൊലി ഉപയോഗിക്കുന്നു. അങ്ങനെ പല തരത്തിലുള്ള വരുമാനമാണ് ഈ മുതല കർഷകർക്ക് അവിടെ. നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഇത് അതിനെ പോളിഷ് ചെയ്ത് അല്ലെങ്കിൽ ആ തൊലി, മുതലയുടെ തൊലി എടുത്ത് അത് പ്രോസസ്സിങ് ചെയ്ത് പല രീതിയിലുള്ള കാര്യങ്ങൾ അവരുണ്ടാക്കുന്നു. നമുക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇതാണ് നടക്കുന്നത് ചൈനയിലെ ഫാർമർ. നമ്മുടെ ഇന്ത്യയിലൊന്നും അങ്ങനെ ഫാർമറുകളായിട്ട് എനിക്ക് തോന്നുന്നില്ല. മുതല കർഷകരെന്ന് പറയുന്ന മുതലകളെ വളർത്തി അതിൽ നിന്ന് മില്യൺ കണക്കിന് വരുമാനം ഉണ്ടാക്കുന്ന ഒരു കർഷകർ നമ്മുടെ ഇന്ത്യയിലില്ല. അത് ചൈനയിലേ കാണത്തുള്ളൂ. നമുക്കറിയാം ചൈനയിൽ ഇത് പാമ്പിനെ തിന്നുന്നവർ എത്രയോ, മൂർഖം പാമ്പിനെയൊക്കെ തിന്നുന്നവർ എത്രയോ പേരുണ്ട്. അധികം ആൾക്കാരും പാമ്പിനെ അവിടെ കഴിക്കുവാൻ ഇഷ്ടപ്പെടുന്നു, ഭക്ഷണമാക്കുവാൻ. അത് കണക്ക് തന്നെ മുതലയെ അവർ ഭക്ഷണമാക്കുന്നു. അത് കണക്കിന് ഭക്ഷണമാക്കുന്നത് കണക്ക് തന്നെ ഇതിന്റെ തൊലിക്ക് ഭയങ്കര വിലയാ. പല രീതിയിൽ അത് പ്രോസസ്സിങ് ചെയ്ത് നമ്മുടെ ബാഗ്, അങ്ങനെയുള്ള പല കാര്യങ്ങൾ അവർ നിർമ്മിക്കുന്നു. ഇതിൽ നിന്നെല്ലാം വൻപിച്ച വരുമാനമാണ് ചൈനയിലെ മുതല കർഷകർക്ക് കിട്ടുന്നത്. ചൈനയിലെ മുതല വളർത്തലിൽ പ്രകൃതിദത്തവും കൃത്രിമവുമായ പ്രത്യുൽപാദന പ്രക്രിയ ഉൾപ്പെടുന്നു. പെൺമൃഗങ്ങൾക്ക് മുട്ടയിടുന്നതിനായി കർഷകർ മണൽ ഉപയോഗിച്ച് കൂടുണ്ടാക്കുന്ന സ്ഥലങ്ങൾ സൃഷ്ടിക്കുന്നു. ശേഖരിച്ച് നിയന്ത്രിത താപനിലയിൽ അതിന്റെ ആവശ്യമായ ആ താപനിലയിൽ ഇൻക്യുബേറ്റ് ചെയ്ത് വിരിയുന്നത് പരമാവധി വിജയകരമായിട്ടാണ് അവർ പറയുന്നത്. വാണിജ്യാടിസ്ഥാനത്തിൽ വലുപ്പത്തിൽ എത്തുന്നതുവരെ കുഞ്ഞു മുതലകളെ ശുദ്ധജലവും നിയന്ത്രിത ഭക്ഷണക്രമവും ഉള്ള ടാങ്കുകളിൽ വളർത്തുന്നു. മുതിർന്ന മുതലകളെ പിന്നീട് അവരുടെ പ്രത്യുൽപാദനത്തിന് വേണ്ടി വിൽക്കുകയും അത് കണക്ക് തന്നെ തൊലിക്കും മാംസത്തിനുമായി അവയെ വിൽക്കുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ അതിന്റെ ഇറച്ചി എടുത്ത് അത് വിൽക്കുന്നു. നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും മുതലയുടെ ആ ഒരു, നിങ്ങൾ ഇതിനകത്ത് കണ്ട് മുതലയുടെ ഇറച്ചി ഇത് നമുക്ക് കണ്ടാൽ നമ്മൾക്ക് അറിയത്തില്ല. ഒരുപക്ഷെ മുതലയാണെന്ന് അറിഞ്ഞതുകൊണ്ട് നമ്മളത് കഴിക്കത്തില്ല. അല്ലെങ്കിൽ മുതലയാണെന്ന് അറിയത്തില്ലെങ്കിൽ നമ്മളത് കഴിക്കാൻ തയ്യാറായിരിക്കും. കാര്യം അത് കണക്കായി ചൈനയുടെ കറികളെല്ലാം നല്ല ടേസ്റ്റ് കറികളാണെന്നാണ് പറയുന്നത്. നിങ്ങൾ ഇതിനകത്ത് നോക്കി എന്തുമാത്രം മുതല കുഞ്ഞുങ്ങളാണ്. ഇത് ഇൻക്യുബേറ്ററിൽ വെച്ച മുട്ട വിരിഞ്ഞ് കഴിയുമ്പോൾ അവയെ ആ ഒരു പ്രായത്തിന്റെ ഇത്ര പ്രായം വരെ അതിനെ ഒരു പ്രത്യേക ശുദ്ധജലത്തിൽ അതിനെ ഇട്ട് വളർത്തുന്നു, അതിന് തീറ്റി കൊടുക്കുന്നു. എന്തുമാത്രം ഇതിലൊക്കെ പരമായിട്ട് അതിനെ ശുശ്രൂഷിക്കുന്ന അല്ലെങ്കിൽ അതിനെ നോക്കുന്നവർക്ക് ഒരു പേടിയുമില്ല. നമ്മളൊരു മുതലേ അവിടെ 1 കിലോമീറ്റർ അകലത്തിൽ നമ്മൾ കണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര പേടിയായിരിക്കും. നിത്യമുള്ള ആയതുകൊണ്ടായിരിക്കും അവർക്ക് അതിനെപ്പറ്റി ഒരു സങ്കോചവുമില്ല. അതിന് വേണ്ടുന്ന ഭക്ഷണം, ഭക്ഷണം ആ രീതിയിൽ അവർ അതിന് കൊടുക്കുവാൻ ശ്രമിക്കും. ഈ മുട്ടയൊക്കെ ശേഖരിച്ച് ആ പറ്റിയ ഒരു മണലിൽ അതിന്റെ ആ സ്ഥാനത്ത് തന്നെ അത് ശേഖരിച്ച് അത് വെച്ച് വിരിയിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് വിരിയുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേക രീതിയിൽ സംരക്ഷിക്കുന്നു, അതിലൊരു പ്രായമാകുന്നിടം വരെ. നമുക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. പക്ഷേ ചൈനയിൽ ഇതെല്ലാം നടക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്.